എൻ്റെ വീട് കാസർഗോഡ് സീത്തങ്ങളിലാണ്. ഞാൻ ഇത് മല്ലിക കൃഷി തുടങ്ങിയിട്ട് ഒരു 22 കൊല്ലമായി ഇപ്പോൾ തുടങ്ങിയിട്ട്. അതുകൊണ്ട് എനിക്ക് അത് ചെറുപ്പത്തിലെ ഇവിടെ പിള്ളേരെല്ലാം എന്തും ഇതിൽ വലിയ നഷ്ടം വന്നിട്ടില്ല. നല്ല ആദായത്തിൽ ഞാൻ ഈ മല്ലിക കൃഷിനെ കൊണ്ടുപോയി. ഞാൻ ഇപ്പോഴല്ലെങ്കിൽ ഞങ്ങൾ ആ പിള്ളേർ അതിൽ തന്നെ ഈ മല്ലിക കൃഷി ആക്കിയിട്ട് നല്ല ഇത് പഠിച്ചിട്ട് ഇപ്പോൾ സ്കൂളിൽ പോയതുകൊണ്ട് ഞാൻ കുറച്ച് പോറ്റുന്ന കുറവായിന്. അന്നെങ്കിൽ ഈ നാളിന് അതിന് നല്ല വിലയുണ്ട്. ഇപ്പോൾ 1400 രൂപയോളം കഴിഞ്ഞ ആഴ്ചയിൽ ഇതിൻ്റെ വില ഉണ്ടായി. ഇപ്പോൾ കുറച്ച് കുറഞ്ഞ്. ചില സീസൺ ടൈമിൽ ചില സമയത്ത് നല്ല വില ഉണ്ടാകുന്നു, ചില സമയത്ത് കുറച്ച് കുറവാണ്. അപ്പോൾ മല്ലിക സീസൺ ആകുമ്പോഴേക്ക് മല്ലിക ജാസ്തി കിട്ടും നമുക്ക്. ഞങ്ങൾക്ക് 24 തൈ ഉണ്ടായി ഈ സ്ഥലത്ത്. 24 സ്ഥലത്ത് തൈയിൽ എനിക്ക് 12 അട്ടി കെട്ട് പൂവോളം ഞാൻ ഇവിടെ പറിച്ചിട്ട് കൊടുത്തിന്. ആ ടൈമിൽ നമ്മൾ ഇപ്പോൾ 22 കൊല്ലം മുമ്പ് 12 അട്ടി പൂവോളം ഫസ്റ്റ് ഞാൻ പറിച്ചിന്. ഇപ്പോഴും അത് മോശമല്ലേ. ഞാനിപ്പോൾ കഴിഞ്ഞാലെല്ലാം 3 അട്ടിയെല്ലാം ദിവസത്തെ പറിച്ചുകൊണ്ടായി. ഇപ്പോൾ ഇത് സീസൺ ആണെന്നത്ര. ഇനി ഇട്ട് ഇതെല്ലാം കയറിയെല്ലാം ഇടേണ്ടി എത്ര. ബീഡി കെട്ടിയിട്ടുണ്ട്. ബീഡി കെട്ടണമെങ്കിൽ കുറേ കൊല്ലം ബീഡി കെട്ടാൻ ഇനി എന്ത് ഞങ്ങൾക്ക് ആ സമയം കിട്ടിയില്ല. ലാസ്റ്റാണെങ്കിൽ ബീഡി കെട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് വിട്ടു. പിന്നെ 4 തൈ കൊടുന്നു. എവിടുന്ന് കൊടുത്തിട്ടാണ് 4 തൈ കൊടുന്നു. 4 തൈ കൊണ്ടുപോകുമ്പോൾ കയ്യിൽ കുറച്ച് പൂവായി. എത്ര ചൂടുന്നത്. രണ്ടാമത് ഞാൻ കുമ്പിളി കൊടുത്തിട്ടുണ്ടായി. അവിടെ കൊടുത്തിട്ട് ഇപ്പോൾ 4 തൈയിൽ പോകാമെന്നില്ല. പിന്നെ ആദ്യം പോയിട്ട് മംഗൽപ്പൊടി 4, 5, ഒരു 10, 20 തൈ ഞാൻ കൊടുന്ന് നടന്നു. കൊടുന്ന് ആകെ 30 തൈയിൽ ഞാൻ നല്ല ഒരു അതിൽ നല്ല പൈസ ലാഭം കുറച്ച് ആയിപ്പനായി ആ സമയത്തിൽ എനിക്ക്. പിന്നെ ഞാൻ ഈ കൃഷി തന്നെ ജീവിച്ചിട്ടുണ്ടായി. മല്ലിക കൃഷി ഇപ്പോൾ ഞാൻ ഈ മല്ലിക കൃഷിയിൽ ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ സാറയില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് വെച്ചാൽ എല്ലാവർക്കും സൗലഭ്യം ഇതിൽ 6 മണി എണിച്ചെങ്കിൽ ഞങ്ങൾക്ക് 9 മണി പൂ കൊടുക്കണമല്ലോ. അപ്പോൾ രാവിലെ എണിച്ചാൽ ഒരു 8 പൂവാകും. കാസർഗോഡ് ഞങ്ങൾക്ക് പോയിട്ട് പഠിച്ച് വിടുന്നല്ലേ. ലാസ്റ്റ് ഏജൻറ്റുമ്പോൾ കാലം ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ ഏജൻറ്റുമ്പോൾ വന്ന് ഞങ്ങൾ പൈസ പൂ കൊടുത്തിട്ടുണ്ടായി. സീസൺ ഉണ്ടെങ്കിൽ 1 എട്ടി തയ്യിൽ സാധാരണ 2000 കിട്ടിയിട്ടുണ്ടായി. ഒരാഴ്ചയിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ സാധാരണ 2000 രൂപ പൈസ ഞങ്ങൾക്ക് ശരിയായി കിട്ടിയിട്ടുണ്ടായി. ഇല്ലെങ്കിൽ അതിനെ ജാസ്തി കിട്ടിയിട്ടുണ്ടായി. സാധാരണ 10,000 രൂപ ആഴ്ചയിൽ കിട്ടിയിട്ടുണ്ടായി എനിക്ക്. ഈ പൂണ്ടായി അങ്ങനെ ഈ പൂണ്ടായി അങ്ങനെ ജീവിച്ചു. ഇപ്പോഴും ഞാൻ പൂണ്ടായി ഇന്ന് ജീവിക്കുന്നത്. ഞങ്ങൾ കടല പുണ്ണാക്ക് പൊടിച്ചിട്ട് ബെണ്ണൂറ്റിൻ്റെ ഒക്കെ മിക്സാക്കിയിട്ട് അതിന് പിന്നെ കുറച്ച് വേറെ ഇട്ട് എന്തെങ്കിലും മിക്സാക്കും. പെട്ടെന്ന് ബസ്സാ എന്താ കുറച്ചോ അത് മിക്സാക്കിയിട്ട് അതിൻ്റെ മറട്ടേക്ക് ചുറ്റും അതിനെ പുല്ലെല്ലാം എടുത്തിട്ട് ഇളക്കി വെച്ചിട്ട് അതിനെ ഇട്ടിട്ട് കൊടുക്കൽ. അപ്പോഴേക്ക് അത് നല്ല തെത്തിട്ട് വരുമ്പോൾ അതിനൊരു മരുന്ന് കിട്ടുന്നു അളക്കുന്നത്. പിന്നെ എന്തായാലും ഇങ്ങനെ തേഗസെല്ലിട്ട് പേരുണ്ട് ഇതിൻ്റെ ഈ മരുന്നിൻ്റെ. അതിന് 140 രൂപ ഒരു 25 ഗ്രാംസിന് വില നിൽക്കുന്നു. അത് സ്വാമീൻ്റെ അവിടെ കിട്ടുന്നു കുമ്പളയിൽ. അത് കൊടുത്തിട്ട് ഇതിനെ എല്ലാം വിടണം. ഇല്ലെങ്കിൽ എന്താ അതെന്താ തിന്നിട്ട് പോകുന്നു. പാറ്റയെല്ലാം ഇരുന്നിട്ട് പാറ്റ ഇറക്കാൻ വിടാൻ കഴിയില്ല. പിന്നെ നല്ല വെയിലുള്ള സ്ഥലമാണ്. 2 ദിവസത്തേക്കൊക്കെ ഇനി വെള്ളം നമ്മൾ രാവിലെ എണിച്ചിട്ട് അടിക്കണം. ഇല്ലെങ്കിൽ അത് ജാസ്തി പിടിക്കുന്നില്ല. എന്നാൽ നല്ല പിടിച്ചിട്ട് അത് പിടിപ്പായിട്ട് വരുന്നതിന് എന്ത് മോശമില്ല. ഇപ്പോൾ എനിക്ക് ഇത് എൻ്റെ ആദായത്തിൽ നല്ല ആദായം കിട്ടി. ഞാൻ ഒരു ദിവസത്തെ 2-3 രൂപേൻ്റെ പണി എടുത്ത നാളും ഉണ്ടാവില്ല. നല്ല സീസൺ ടൈമിൽ എല്ലാ ടൈമിലും അല്ലേ. ചില സമയത്ത് ഇനി 100 രൂപ വില ഉണ്ടാകുന്ന നാളുണ്ട് ഒരു കെട്ടിന്. അപ്പോൾ 4 കെട്ടായെങ്കിൽ 400 രൂപ അത്ര. എല്ലാ ടൈമിലും നമുക്ക് 2-3 രൂപേൻ്റെ അതിലിട്ട് പറയാൻ പറ്റില്ല. ചില നല്ല സീസൺ ടൈമിലെല്ലാം ഉണ്ടാകുന്നു. മംഗലം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആയുധ പൂജ അത് ഇതെല്ലാം വരുമ്പോൾ ഇനി നല്ല സീസൺ ടൈമാണ് ഇത് മല്ലിക. അല്ല അങ്കടി പൂജ അപ്പോഴെല്ലാം നല്ല വില ഉണ്ടാകും. നമ്മളെ പള്ളിക്ക് വന്ന ഇവകളുണ്ടല്ലോ അതിൽ പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് എന്തും സുഖമില്ലാണ്ട് വെറുതെ പിറലിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പിള്ളേർക്ക് പഠിപ്പിക്കുന്ന പൈസയും കൂടെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ഉണ്ടാക്കാം നമുക്ക്. അതിന് നല്ല കൃഷി നല്ല പണിയിലിട്ട് അയാൾ കൊടുത്തിട്ട് മംഗലാപുരത്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരുത്തി. നമ്മൾ 13 പേർക്കാർ ഇവിടെ ഉണ്ടാക്കി. എല്ലാവരും നല്ല ആദായത്തിലുണ്ടായി. ഇപ്പോൾ അല്ലെങ്കിൽ എല്ലാ പിള്ളേരും ഇനിയിപ്പോൾ ഇതിനെ പഠിച്ചിട്ട് 4 ഭാഗത്ത് പോയിട്ട് ഇപ്പോൾ ഉള്ളത്. ഇനി ആ പിള്ളേർ ഇനി ചെറിയ പിള്ളേർ വലുതെങ്കിൽ 2ാമത്തെ ചില ആൾ തുടങ്ങും.
രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.